ഹലോ നമസ്കാരം. എല്ലാവർക്കും മിക്കി ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്നൊരു ബീഫ് കറി വെക്കുകയാണ്. സാധാരണ ബീഫ് കറിയല്ല, നമ്മുടെ കല്യാണ സ്റ്റൈൽ പോത്ത് കറിയാണ് വെക്കുന്നത്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ മാരേജിനൊക്കെ കിട്ടുന്നൊരു പോത്ത് കറിയാണ് നമുക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പോത്ത് മേടിക്കാൻ പോയ സ്ഥലത്തൊരു ഫോട്ടോയാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ ഈ പോത്തുകറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ വെളുപ്പിന് തന്നെ എഴുന്നേറ്റു, 6 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ പരിസരത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ മിക്കിയും നമ്മുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മിക്കി ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിയാണ് കേട്ടോ. നമ്മുടെ ഒരു വീട്ടിലൊരു അംഗം തന്നെയാണ് മിക്കി. മിക്കിയുടെ പേര് തന്നെയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ വരുന്നത്. മിക്കി നോക്കുന്നുണ്ട്, അവിടെ ഒരു കാക്കയൊക്കെ കുറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ മിക്കി ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥാനായിക നമ്മുടെ മിക്കിയാണ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ പോത്ത് മേടിക്കാൻ പോയാലോ. സാധാരണ ദിവസങ്ങളിൽ പപ്പ തന്നെയാണ് പോവാറ്. ഇപ്പം ഞാനും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും പപ്പയും കൂടി പോവാണ് ഇറച്ചി മേടിക്കാൻ. മിക്കി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. മിക്കിനെ കൊണ്ടാത്ത സങ്കടം മിക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ കാണുന്നത് നമ്മുടെ കന്നാര പാടാണ് കേട്ടോ. കന്നാര എന്ന് നമ്മുടെ മോറ്റ ഭാഗത്തേക്ക് കന്നാര എന്ന് പറയും. ശരിക്കും നമ്മുടെ പൈനാപ്പിളാണ് കേട്ടോ. അത് പൈനാപ്പിൾ. പിന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറം വഴികളാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും ഉള്ള നമ്മുടെ സാധാരണ വീട്ടിലെ വഴികളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കവലയ്ക്കടുത്ത് തന്നെയായിട്ട് പോത്ത് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ വെട്ടുന്നുണ്ട് അവിടെ തന്നെ. അപ്പോൾ നമ്മൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ കാണുന്ന നമ്മുടെ കുരിശുപള്ളിയുടെ തൊട്ട് സൈഡിൽ തന്നെ ഉള്ളൊരു സ്പോട്ടിലാണ് നമ്മൾ ബീഫ് മേടിക്കാൻ പോകുന്നത്. വെളുപ്പിനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല പീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും നല്ല കഷ്ണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ്. ആ കാണുന്ന സ്ഥലമാണ് കേട്ടോ പോത്തിനെ ഇറക്കുന്ന സ്ഥലം. അപ്പോൾ പപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. പപ്പ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫായിട്ട് ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ മിക്കിനെയാണ് കണ്ടേക്കുന്നത്. മിക്കി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ വണ്ടിക്കൊക്കെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും മിക്കി ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പോത്ത് പപ്പയുടെ കയ്യിൽ എന്തോ സ്പെഷ്യൽ ഉണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മിക്കിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ സ്മെല്ലടിച്ച് കഴിയുമ്പോഴത്തേക്കും അറിയാമല്ലോ, ഡോഗ്സിന് അറിയാം. മിക്കി ലാസാബ്സ ബ്രീഡാണ് കേട്ടോ, ബ്ലാക്ക് കളറ്. അപ്പോൾ അവളത് കണ്ടപ്പോഴത്തേക്കും പപ്പയോട് സന്തോഷ പ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കി അവളിങ്ങനെ നോക്കിയിരിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മേടിച്ചത് ഒരു ഹോൾ ബീഫായിട്ടാണ് മേടിച്ചത്, നുറുക്കിയില്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനുള്ള പാകത്തിന് നമുക്കത് നുറുക്കിയെടുക്കണം. അപ്പോൾ അത് നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഒരു ബീഫ് നമ്മൾ മൊത്തത്തിൽ ഇടുകയാണ്. ഞാൻ വാഴയിലൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ ആ സൈഡിൽ. നമ്മുടെ ഈ ഒരു പീസാണ്, ഇത് നല്ലൊരു ടേസ്റ്റുള്ള രുചിയുള്ളൊരു പീസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കത് കഷ്ണമായിട്ട് നുറുക്കി എടുക്കണം. ഇപ്പോൾ ഒരു അതിഥിയും കൂടി വന്നിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിലെ താറാവാണ് കേട്ടോ. താറാവല്ല, പാത്തയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കഷ്ണം നുറുക്കാനായിട്ടുള്ള ഇതിലേക്ക് പോവുകയാണ്. സാധാരണ പപ്പയാണ് നുറുക്കാറ്. പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം, നമുക്ക് ഇനി ചെയ്യേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നുറുക്കി ഓരോ പീസ് നമ്മുടെ ഒരു പാകത്തിനുള്ള പീസുകളായിട്ട് മൊത്തം പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ബീഫും ഇതുപോലെ നുറുക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കിയിട്ട് ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. ബ്ലഡ് കാര്യങ്ങളുണ്ടായിരിക്കണം. നല്ല ഫ്രഷ് ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നല്ല വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി ഒരു 2-3 തവണയൊക്കെ കഴുകണം. ചില വിഭവങ്ങളിലൊക്കെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകാറുണ്ട്. ഇല്ല, ഞങ്ങളൊരു 5-6 പ്രാവശ്യം നല്ല വെള്ളത്തിൽ അങ്ങോട്ടിട്ട് കഴുകി അതിൻ്റെ ബ്ലഡിൻ്റെ അംശമൊക്കെ കളയുന്ന രീതിയിൽ കഴുകിയെടുക്കണം. ഇത് ഫസ്റ്റ് സ്റ്റോക്കാണ് കേട്ടോ വെള്ളം. അപ്പോൾ അങ്ങനെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഉപ്പ്, മുളക്, കറിവേപ്പില ഇത്രയും തിരുമ്മിയിട്ട് കുറച്ച് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ആ ടൈം കൊണ്ട് അതിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ എടുക്കാം കേട്ടോ. കുറച്ച് ചുവന്നുള്ളി, സവാള 3 എണ്ണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയൊക്കെയാണ് ഐറ്റംസ് വരുന്നത്. ഇത്രയൊക്കെ എടുത്ത് നമുക്ക് തൊലി കളഞ്ഞൊക്കെ വെക്കാം. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതാ നല്ല കാറ്റ്. ഞാൻ പുറത്തേക്ക് പോകുന്നു ജസ്റ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് സാധാരണ നമ്മൾ വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നല്ല മഴയുള്ള സമയമായിരുന്നു കേട്ടോ. ഇത് ഈ സാറ്റർഡേ നമുക്ക് നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്ത് അടുപ്പിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അകത്ത് ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് അടുപ്പിൽ നമുക്ക് അടുപ്പ് കൂട്ടാമെന്ന് വിചാരിച്ച്
അടുപ്പ് കൂട്ടി തീയിട്ട് നമ്മുടെ ഓല മടലിൽ നിന്നൊക്കെ പറഞ്ഞു ഓലയുടെ ഇതൊക്കെ നമ്മൾ ഉണങ്ങിയത് എടുത്ത് വെച്ച് വിറക് നല്ല നല്ല പൂള് വിറക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കത്തി. കാറ്റൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കെട്ടുപോകുന്നൊക്കെയാണ് വെച്ചത്, ഇല്ല പക്ഷെ അത് നന്നായിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു. അത് കെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കലം എടുത്തിട്ട് വെച്ചായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ നമ്മുടെ തിരുമ്മി വെച്ച ബീഫ് 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിത് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ്. ഇതിങ്ങനെ വെച്ച് വെന്ത് വരണം കേട്ടോ. ആ സ്റ്റോക്ക് നമ്മളിപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർന്നിട്ടില്ല, അതിനകത്തേക്ക് വന്ന വെള്ളം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് നമുക്കൊരു അടുപ്പിലായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. നമ്മൾ കുക്കറിലല്ലല്ലോ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും. നല്ല തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1 അവർ കൊണ്ട് അതങ്ങനെ വെന്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ബീഫിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുക്കറിൽ ചെയ്യുന്നതിനേക്കാളും. കറിവേപ്പിലയുടെ തണ്ടൊക്കെ നമ്മൾ അതേപോലെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയുടെ തണ്ട് ഒക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും. ഇറച്ചിയൊക്കെ നല്ല വെള്ളം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ഇപ്പം ചേർത്തിട്ടില്ല തൽക്കാലം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ കണ്ടോ അതേപോലെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകം അരോമയൊക്കെ തരും കേട്ടോ നമ്മുടെ ബീഫിന്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കുകയൊക്കെ ചെയ്യണം. കനലും കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആയിട്ട് വെക്കണം കേട്ടോ. കാരണം തീയുടെ ചൂടെന്ന് പറയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം കൂടി വേവാനുണ്ട്. അപ്പോൾ അതങ്ങനെ ഇരുന്ന് വേവട്ടെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നല്ല കാറ്റുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ കാറ്റിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സൈഡിലെ പറമ്പും കാര്യങ്ങളും നമ്മൾ രാവിലെ കണ്ടല്ലോ, പോയപ്പോൾ കണ്ട പറമ്പാണത്. മിക്ക അതിൻ്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മിക്കിനെ കൊണ്ട് ഒരു വാക്ക് പോകാമെന്ന് വിചാരിച്ച് സമയമുണ്ടല്ലോ, ബീഫ് വേവണ സമയമുള്ളത് കാരണം ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. കാറ്റൊക്കെ കണ്ടു, മിക്കിയുടെ മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മിക്കിനെയും കൊണ്ട് അതിൻ്റെ ഇടയ്ക്കേക്കണം. മിക്കി നല്ല ഫാസ്റ്റാണ് കേട്ടോ, നല്ല ഓട്ടം ഓടും മിക്കി. പോയപ്പോഴത്തേക്കും ഇതിന് നമ്മൾ മൂവാറ്റുപുഴ ഭാഗത്ത് കന്നാര എന്നൊക്കെ പറയും. കോമഡി അല്ലാണ് കേട്ടോ, നമ്മൾ അങ്ങനെ പറയാറ്. പൈനാപ്പിളാണിത്. പൈനാപ്പിൾ വെച്ചിട്ടേ ഉള്ളൂ. പൈനാപ്പിൾ, കൈതച്ചക്ക, പല നാട്ടിലും പല പേരാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 30% 50% കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സവാളയും കൂടി അതിനകത്ത് അരിഞ്ഞ് ചേർക്കും. സവാള ചേർക്കുന്നത് നല്ലതാണ് ബീഫ് വേവിക്കുമ്പോൾ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നല്ലതാണ് കേട്ടോ. വെളുത്തുള്ളിയാണ് ഈ ഒരു ഡിഷിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. വെളുത്തുള്ളി അരയ്ക്കുന്ന ആ ഒരു കൊഴുപ്പ് കാര്യങ്ങൾ കൊണ്ടാണ് ഈ കറി അതിൻ്റെ കുറുകിയിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അതിന് ശേഷം നമ്മൾ പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ അരിയുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ കുഞ്ഞു ടിപ്സ് എല്ലാം നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറ്റാനായിട്ട് ഒരു ടിപ്സാണ് കേട്ടോ. നമ്മളിങ്ങനെ നടുക്കത്തെ ഭാഗം മാത്രം കീറിയിടുന്നുള്ളൂ, മൊത്തത്തിൽ കീറുന്നില്ല. നടുക്കത്തത് മാത്രം ഒന്ന് വിടവ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും ഈ മുളക് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ഒരു സവാള നമ്മൾ ബീഫിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി സവാള നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് ജസ്റ്റ് പൊളിച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച്, വലിയ കഷ്ണമാണെങ്കിൽ മാത്രം രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അതേ പീസായിട്ട് ഇടാം. ഇപ്പോൾ നമ്മൾ അരിഞ്ഞ സാധനങ്ങളും നമ്മൾ മുളകൊക്കെ ആയിട്ട് നമ്മുടെ അടുപ്പിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇങ്ങനെ വെന്തിട്ടുണ്ട്. 3/4 വേവ് കാര്യങ്ങൾ പാകത്തിന് ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ബീഫ്. അപ്പോൾ നമുക്കുണ്ടോ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇനിയും വെള്ളം ചേർക്കും കേട്ടോ ചാറിന് വേണ്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ വേറൊരു ഉരുളിയിലാണ്, നമ്മൾ കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ഉരുളിയൊക്കെ എടുക്കുകയായിരിക്കും കേട്ടോ നല്ലത്. നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഉരുളിയൊക്കെ ആണെങ്കിൽ അടിയിൽ കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊന്നും പോകത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഉരുളി എടുക്കാം. നമ്മുടെ വീട്ടിലെ ഉരുളിയാണ്. അത് നമ്മൾ വെച്ചു. ഇനി ഇതൊന്ന് ചൂടായി കിട്ടണം. ചൂടായതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടാവാൻ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ അതായിരിക്കും കേട്ടോ നല്ലത്. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ കറിക്ക് ഏറ്റവും നല്ല ഓയിൽ എന്ന് പറയുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരണം. എണ്ണ ചൂടാവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പം തന്നെ നമുക്കതിനകത്തേക്ക് 1 സ്പൂൺ കടുക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കണ്ട. കടുക് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു 1/2 സ്പൂണ് ജീരകം ചേർക്കുകയാണ് ഇതിനകത്തേക്ക്.
ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരണം. നമുക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്കിതിങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമ്മൾ ആദ്യം പിന്നെ അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്, പച്ചമുളകാണ് കേട്ടോ നമ്മൾ ആദ്യം ഇടുന്നുണ്ട്. നമ്മൾ രണ്ടായിട്ട് കീറി വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, സവാള ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി കിടന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ. നല്ല തീ ഉണ്ടതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ അടുപ്പിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, അപ്പോൾ അത് നോക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതാണ് ഈ കറിയുടെ ഏറ്റവും മെയിൻ പാർട്ട് എന്നുള്ളത് കാര്യം. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യുക, ചതച്ചിടരുത്, രണ്ടും കൂടി നല്ലപോലെ ഫൈനായിട്ട് പേസ്റ്റ് ചെയ്യണം. ആ പേസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ ചാറിങ്ങനെ കുറുകി വരുന്നത്. ഇത് നമ്മുടെ കല്യാണ സ്റ്റൈൽ ബീഫ് കറിയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ്, സീക്രട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്ക് ചാറ് വറ്റിപ്പോയാലും നമ്മൾ വെള്ളം ചേർത്താലും നല്ലപോലെ ചാറ് കുറുകി വരും. അതുകൊണ്ട് നമ്മൾ ചതച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാറ് കുറുകുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കും. നമ്മളിതുപോലെ പേസ്റ്റായിട്ട് ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് ചാറ് കുറുകി വരും. അപ്പോൾ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ അടിയിൽ പിടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ അങ്ങനെ പിടിച്ചാലും ഇതിങ്ങനെ പിടിച്ചാലും വലിയ കുഴപ്പമില്ല. നമ്മൾ വെള്ളം പൊടികൾക്ക് ചേർക്കുമ്പോഴത്തേക്ക് അത് വിട്ടുപോരും. നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. പൊടികൾ മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്തേക്കുന്നത് ഇതിനകത്തേക്ക്. അതും ചേർത്ത് ഇളക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർക്കണം കേട്ടോ. ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. ആ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂടുവെള്ളം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനും ഒരു മയത്തിൽ വരാനും വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം ചേർക്കുന്നത്. അപ്പോൾ ആ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഉപ്പ് നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. നമ്മൾ ആ വേവിച്ചതിൻ്റെ ബാലൻസ് വരുന്ന ചാറ് നമുക്കിതിനകത്തേട്ട് ചേർത്ത് കൊടുക്കാം. ആ ചാറും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. നമുക്കതിന് ശേഷം നമുക്ക് ചൂടുവെള്ളവും ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഈ ഒരു പാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പാർട്ടുകളുണ്ട്. അതൊക്കെയാണ് മെയിൻ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ പച്ചമുളക് എങ്ങനെ അരിയുന്നു, രണ്ടാമത്തെ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. പിന്നെ മൂന്നാമത്തെ നമ്മളിങ്ങനെ വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ഇറച്ചി ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കുറുകിയ നമ്മൾ തിളച്ച ചാറിലേക്കായിരിക്കണം ബീഫ് ചേർക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാറൊക്കെ ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേക്കും പറഞ്ഞ പോലെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീഫ് അപ്പുറത്തെ ചട്ടിയിൽ നിന്ന് എല്ലാം തട്ടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഇതിലിരുന്നിട്ട് കുറച്ച് നേരം ആ ചാറിലൊക്കെ കിടന്നൊന്ന് തിളച്ച് വരണം കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ആ ഒരു ചാറിൽ നമുക്ക് ഇങ്ങനെ കിടന്ന് വെന്ത് ഇങ്ങനെ വരണം. കുറച്ച് നേരം നമുക്കിങ്ങനെ ചാറിങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ചാറിന് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം പ്രത്യേകം നോട്ട് ചെയ്യണം. ചൂടുവെള്ളമായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനകത്തേക്ക്. അപ്പോൾ നമ്മുടെ ബീഫ് ഇങ്ങനെ വരണ്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ നോക്കുക, നമ്മുടെ നല്ല കുറുക്കിയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതേ സ്റ്റൈലിൽ തന്നെ നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്നൊക്കെ കിട്ടുന്ന ബീഫ് കറി, നമ്മളെപ്പോഴും പറയുമല്ലോ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വീട്ടിൽ വയ്ക്കുന്നത് ശരിയാവുന്നില്ല, ബീഫ് കറി അതിൻ്റെ ടേസ്റ്റിൽ വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സദ്യ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ മാരേജിനൊക്കെ കിട്ടുന്ന ടൈപ്പും നമ്മുടെ പള്ളി പെരുന്നാളിനൊക്കെ കിട്ടുന്ന ടൈപ്പും ഉള്ളൊരു കറി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ചേർത്ത് നമുക്ക് തിളയ്ക്കാൻ കൊടുക്കാം. ചാറ് നമുക്ക് നല്ലപോലെ കുറുകി വരും കേട്ടോ. അതോർത്ത് നമുക്ക് ഓര് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ചാറ് നമ്മൾ ഒഴിച്ചാൽ നമ്മുടെ അരച്ച പേസ്റ്റ് ആയതുകൊണ്ട് നല്ല ചാറ് കുറുകി വരും. നമ്മൾ ഉപ്പും അതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഇത്തിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ കറിവേപ്പിലയൊക്കെ നമ്മൾ ആ തണ്ടോട് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കറിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മൾ തക്കാളി കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. തക്കാളിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റൊക്കെ പോകും. തക്കാളി കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ അതിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ തക്കാളി കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. സദ്യക്കൊന്നും നമ്മൾ തക്കാളി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ചാറാവുന്നുണ്ട്. നമ്മുടെ ബീഫ് ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അപ്പോഴേ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ തുടങ്ങിയ പരിപാടിയായിരുന്നു. അപ്പോൾ ഞാനൊരു പൊറോട്ടയൊക്കെ എടുത്ത് ബീഫ് കറി
ഇങ്ങനെ കഴിക്കുന്നുണ്ട്. നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗെറ്റ് ടുഗെദർ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കല്യാണ സ്പെഷ്യൽ പോത്തും കറി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.